ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ വർഷത്തെ IPL ട്രോഫി നേടിയതിന് ശേഷം ജിതേഷ് ശർമ്മ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ച കാര്യങ്ങൾ വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് എപ്പോഴും തൻ്റെ ടീമിൻ്റെ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവാൻ താൻ ആഗ്രഹിക്കാറുണ്ട്, അഥവാ തകർന്നടിയാൻ താൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ മാത്രമാണ് തനിക്ക് വന്നുകൊണ്ട് ഒരു ഹീറോയിക് ആയിട്ടുള്ള പ്രകടനം നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ തനിക്ക് സാധിക്കും. എപ്പോഴും താൻ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവാൻ ആഗ്രഹിക്കാറുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് അന്ന് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഈ IPL-ൽ അങ്ങനെ സംഭവിച്ചപ്പോഴെല്ലാം അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. IPL-ൽ ഭൂരിഭാഗം മത്സരങ്ങളും ജിതേഷ് ശർമ്മ ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ചെറിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജിതേഷ് ശർമ്മ മോശമായ സമയത്തെല്ലാം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതായത് ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് തിളങ്ങാൻ കഴിഞ്ഞില്ല എന്ന ഒരു ചോദ്യം എപ്പോഴും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. ഈ പ്രസ്താവനയുടെ പേരിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളുമാണ് ജിതേഷ് ശർമ്മയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ അദ്ദേഹം അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു RCB താരമായ ദേവ്ദത്ത് പടിക്കൽ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അടുത്ത പോഡ്കാസ്റ്റിൽ എന്താണ് നിന്റെ പ്ലാൻ, എന്തൊക്കെയാണ് നീ പറയുക എന്നാണ് തമാശ രൂപേണ പടിക്കൽ ജിതേഷിനോട് ചോദിക്കുന്നത്. ഇനി ഒന്നും താൻ മിണ്ടില്ല, ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന മറുപടിയാണ് ജിതേഷ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല, ഇനി ഒന്നും സംസാരിക്കേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ബാറ്റ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക, അതാണ് എൻ്റെ പ്ലാൻ. ഇതാണ് ഇപ്പോൾ ജിതേഷ് ദേവദത്ത് പടിക്കലിനോട് റീപ്ലൈ ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇനി അങ്ങനെയൊന്നും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ താൻ ശ്രദ്ധിക്കും എന്നൊക്കെയാണ് ജിതേഷ് പറഞ്ഞിട്ടുള്ളത്. വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് നേരത്തെ ജിതേഷ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് വിരാട് കോഹ്ലി തൻ്റെ ആ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന തരത്തിലായിരുന്നു കോഹ്ലി നേരത്തെ ഇതിനോട് പ്രതികരിച്ചിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.